ലാസിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ കണ്ണാടിയുടെ ആവശ്യം നമ്മൾ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ലാസിക് സർജറി. അതായത് മൈനസ് പവറോ പ്ലസ് പവറോ ഉള്ളവർക്ക്, അതിൻ്റെ കൂടെ തന്നെ ആസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു പവർ ഉള്ളവർക്കും നമുക്ക് ലാസിക് സർജറി ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ല റിസൾട്ട് മൈനസ് പവറിനും ആസ്റ്റിഗ്മാറ്റിസം ഉള്ള പവറിനുമാണ് നമുക്കത് കിട്ടുന്നത്. അപ്പം ആദ്യമായി നമ്മൾ നോക്കേണ്ടത് ആർക്കാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക എന്നുള്ളതാണ്. ഏറ്റവും പ്രയോജനപ്പെടുന്നത് ഒരു 20 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. മാക്സിമം അഡ്വാൻറ്റേജ് കിട്ടുന്നത് നമ്മൾ 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്ക് ചെയ്യുമ്പോഴാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ലാസിക് സർജറി കൊണ്ട് നമ്മൾ ആ കണ്ണാടിയുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കുന്നതെങ്കിലും 40 വയസ്സ് കഴിയുമ്പോൾ എല്ലാവർക്കും നമുക്ക് വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അത് ഈ ലാസിക് ചെയ്യുന്ന പേഷ്യൻസിനും വരും. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു 20 വയസ്സ് 22 വയസ്സിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു 40 വയസ്സ് വരെ നമുക്ക് ഒട്ടും കണ്ണാടിയുടെ ആവശ്യമില്ലാണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം നടക്കും. 40 വയസ്സ് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വായിക്കാനൊരു കണ്ണാടി എല്ലാവരും വയ്ക്കുന്ന പോലെ തന്നെ ലാസിക് പേഷ്യൻസും വയ്ക്കേണ്ടി വരും. അതുകൂടാണ്ട് 40-45 വയസ്സ് കഴിയുമ്പോൾ പതുക്കെ നമ്മുടെ ലെൻസുകളിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും. ആ മാറ്റങ്ങൾ സംഭവിക്കുന്നതിലൂടെ നമ്മൾ ലാസിക് കഴിഞ്ഞാലും ഈ പവർ പിന്നെയും ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ കണ്ടുവരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ലാസിക് സർജറി ചെയ്തവർക്കാണെങ്കിലും പിന്നെയും നമ്മൾ കണ്ണട വെക്കേണ്ട ആവശ്യം വരും. നമ്മൾ ലാസിക് സർജറിയിലൂടെ എന്തോരം പവർ കറക്റ്റ് ചെയ്യാം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേഷ്യൻറ്റിനെ അനുസരിച്ചിരിക്കും. നമുക്ക് ലാസിക് സർജറിയിലൂടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ കൃഷ്ണമണിയുടെ കട്ടി, കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ കോണിയയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കോണിയയുടെ കട്ടി നമ്മൾ കുറച്ച് കുറയ്ക്കും. ലാസിക് സർജറി ചെയ്യുന്നതിലൂടെ കോണിയയുടെ ടിഷ്യൂ നമ്മൾ കുറച്ച് റീഷേപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ആ കട്ടി കുറയുന്നത്. ആ കട്ടി കുറയാൻ ആവശ്യമുള്ള കട്ടി നമ്മുടെ ഒറിജിനൽ കോണിയയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ലാസിക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. ചിലവർക്ക് 2 ഡയോപ്റ്റർ വരെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. പക്ഷേ ആ കറക്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള കട്ടി ആ കോണിയയ്ക്ക് ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നേക്കാം. അതേസമയം ചിലവർക്ക് 8 ഡയോപ്റ്റർ 9 ഡയോപ്റ്ററൊക്കെ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം. അത് കറക്റ്റ് ചെയ്യാൻ ആവശ്യത്തിന് കട്ട് ചെയ്യുക കൃഷ്ണമണിയിൽ അല്ലെങ്കിൽ കോണിയയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഫുള്ളായിട്ട് കറക്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ചില കണ്ടീഷൻസിൽ നമ്മൾ കഴിയുന്നത് അവോയ്ഡ് ചെയ്യും. പ്രത്യേകിച്ച് കെററ്റോകോണസ് അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണമണിയുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള അസുഖങ്ങളുള്ള ചിലവരുണ്ടാവും. അത് പ്രധാനമായിട്ടും കോണിയയുടെ കട്ടി കുറവോ അല്ലെങ്കിൽ അതിൻ്റെ ബലക്കുറവോ കാരണം അതിൻ്റെ കർവേച്ചർ പിന്നെയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ അസുഖങ്ങളുള്ളവർക്ക് നമ്മൾ കഴിയുന്നതും ലാസിക് ഓപ്പറേഷൻ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യാറ്.